الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഖുർആൻ പറഞ്ഞത് ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എളുപ്പം അതിന് ശേഷം വരാനുണ്ട് എന്ന പ്രതീക്ഷയാണ് ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. പ്രതിസന്ധികൾക്ക് ശേഷം ഒരാശ്വാസമുണ്ട് എന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനമാണ്. ലാ തഖ്നതു, നിങ്ങളൊരിക്കലും നിരാശരാകരുത് എന്നത് ഖുർആന്റെ കൽപ്പനയാണ്. ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുതെന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവൻ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. എത്ര വലിയ തിന്മ ചെയ്താലും ഖേദമുണ്ടോ, അതിൽ നിന്ന് മാറി നിന്നോ എങ്കിൽ അല്ലാഹു തആല ആ പാപത്തെ പുറത്തു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി. നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്നിൽ പ്രതീക്ഷ അർപ്പിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാപങ്ങളോ പ്രയാസങ്ങളോ നമ്മെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റരുത്. മടങ്ങാനുള്ളൊരു വാതിലാണ്. ഞാൻ പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ നരകക്കാരനായിപ്പോയി, ഇനി ഇവിടെ സുഖിച്ച് ജീവിക്കാം, അവിടെ എനിക്ക് മോക്ഷമുണ്ടാവില്ല എന്ന് വിചാരിച്ച് തിന്മയിൽ നിൽക്കേണ്ടവനല്ല മുഅ്മിൻ, തിന്മയിൽ നിൽക്കേണ്ടവനല്ല മുസ്ലിം. 100 പേരെ കൊന്ന മനുഷ്യൻ്റെ ചരിത്രം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹീഹായ ഹദീസിൽ പറയുന്നുണ്ട്. കാന ഫീ മൻ കാന ഖബ്ലഹു റജുലുൻ ഖതല 99 നഫ്സ. 99 ആളെ ഒരാൾ കൊന്നു. ഫസഅല അൻ അഅലമു അഹ്ലിൽ അർദ്.
ഒരു പുരോഹിതന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു അദ്ദേഹത്തോട്, ഇയാൾ 99 ആളെ കൊന്നിട്ടുണ്ട്, ഇയാൾക്ക് പാപമോചനം ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇയാൾക്ക് പാപമോചനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ആ പണ്ഡിതൻ പറയുകയാണ്. കാരണമെന്തേ? അയാൾ 100 വിധവകളെ ഉണ്ടാക്കി, 100 കണക്കിന് അനാഥകളെ ഉണ്ടാക്കി. ഈ ലോകത്ത് വളരെയധികം പ്രയാസം 100 കുടുംബത്തിന് വരുത്തി വെച്ചു, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഫഖത്തലഹു, ആ പണ്ഡിതനെയും അയാൾ കൊന്നു. ഫകമ്മല ബിഹി മിഅതൻ, എന്നിട്ട് 100 തികച്ചു. വേറെ അറിവുള്ള ഒരാളെടുത്ത് ചെന്നു. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാളോട് ചോദിച്ചു ഇതേ ചോദ്യം. അയാൾ പറഞ്ഞ മറുപടി എന്താണ്? അയാൾ പറഞ്ഞ മറുപടി നഅം വമൻ യഖൂലു ബൈനഹു വബൈന തൗബ. എങ്ങനെയാണ് ഇയാളുടെ തൗബയെ തടുക്കാൻ പറ്റുക? ഇയാൾക്ക് തൗബയുണ്ടെന്ന് അയാൾ പറഞ്ഞു. എന്തു ചെയ്യണം? ഇന്ന രാജ്യത്ത് പോയി നീ ജീവിക്കണം. അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ ആ നാട്ടിലുണ്ട്. അവരുടെ കൂടെ നീയും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തർജിഉ ഇലാ അർദിക, നിന്റെ രാജ്യത്തേക്ക് നീ തിരിച്ചു വരാതിരിക്കുക. ഫഇന്നഹാ അർദിസു, നീ ഇപ്പോൾ ജീവിക്കുന്ന രാജ്യം വളരെ മോശപ്പെട്ട രാജ്യമാണ്. അവിടെ വന്നാൽ നീ ചിലപ്പോൾ വീണ്ടും കൊന്നെന്നു വരും. അങ്ങനെ അയാൾ യാത്ര ചെയ്തു. പകുതിയിലധികം യാത്ര ചെയ്തു. മറ്റേ നാട്ടിലേക്ക് എത്താനായി. ഈ നാട്ടിൽ നിന്നും വിദൂരമായി. അങ്ങനെ ആ വഴിയിൽ വെച്ച് അയാൾ മരിച്ചു. മരിച്ച സമയത്ത് സ്വർഗത്തിൻ്റെ മലായിക്കത്തും നരകത്തിൻ്റെ മലായിക്കത്തും ആത്മാവിനെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. അവിടെ വേറെ ഒരു മലക്കിനെ പറഞ്ഞയച്ചു. അല്ലാഹു തആല മധ്യസ്ഥനായി ഒരാളെ പറഞ്ഞയച്ചു. 2 നാട്ടിലേക്കുമുള്ള ദൂരം അളക്കാൻ പറഞ്ഞു. ഏറ്റവും കുറവ് ദൂരമുള്ളത് ചീത്ത നാട്ടിലേക്കാണെങ്കിൽ നരകത്തിലേക്കും, ഏറ്റവും ദൂരം കുറവുള്ളത് നല്ല നാട്ടിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്കും പറഞ്ഞയക്കണമെന്ന് തീരുമാനമായി. അളന്നു നോക്കി. ആ നല്ല നാട്ടിലേക്ക് അടുത്തുന്ന മനുഷ്യനെ 100 ആളെ കൊന്നതും പുറത്തു കൊടുത്ത് അല്ലാഹു തആല അയാളെ സ്വർഗത്തിലേക്ക് അയച്ചു. സ്വർഗക്കാരനായി പ്രഖ്യാപിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ 100 പേരെ കൊന്നാലും തിന്മയുടെ ഭാരം കൊണ്ട് തലതാഴ്ന്ന് ഇനി ഞാൻ നരകത്തിലാണെന്ന് പ്രതീക്ഷയറ്റു ജീവിക്കേണ്ട ആവശ്യമില്ല മുഅ്മിനിന്, സത്യവിശ്വാസിക്ക് എന്നാണ് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ മുൻ ചെയ്ത കുറേ പാപങ്ങൾ ഓർത്ത് വിഷമിച്ച് കരയാറുണ്ടായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമർ അമാ അലിംത അന്നൽ ഇസ്ലാമ യഖ്ദിമു മാ കാന ഖബ്ലഹു. ഉമറേ, ഇസ്ലാം ആശ്ലേഷണം, ഇസ്ലാം ആശ്ലേഷിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മുൻകാല പാപങ്ങളെല്ലാം തകർത്തു കളയുമെന്ന്, ഇല്ലാതാക്കുമെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കണം. വല്ലാത്തൊരാശ്വാസത്തിൻ്റെ വചനമാണ്. ഈമാൻ ഉണ്ടായാൽ, ഇസ്ലാം ഉണ്ടായാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽഅജബു മിമ്മൻ യഖ്ലിക വമഅഹു നജാത്ത് ഖീല വമാ ഹിയ ഖാല അൽ ഇസ്തിഗ്ഫാർ. രക്ഷപ്പെടാനുള്ള വഴി ഇസ്തിഗ്ഫാർ കൂടെ ഉണ്ടായിട്ടും നശിച്ചു പോകുന്നവനെ ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറയുകയാണ്. മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുള്ള പറയുന്നു, ആഖിബത്തിനെ ഭയന്ന്, അഥവാ അവസാനത്തിലുള്ള ശിക്ഷയെ ഭയന്ന് നീ പശ്ചാത്തപിക്കുന്ന ഒരു പാപം നിനക്ക് അഹങ്കാരമുണ്ടാക്കുന്ന ഒരു നന്മയേക്കാൾ നിനക്ക് ഉത്തമമാണ്. അഹങ്കാരമുണ്ട ഒരു നന്മ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു പശ്ചാത്താപത്തിലൂടെ ഒരു പാപം പൊറുക്കുന്നത് എന്നാണ് സുഫിയാൻ സൗരി റഹ്മഹുള്ള പറയുന്നു. പാപം ചെയ്താൽ ഉടനെ നന്മ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. തഖില്ലാഹ് ഹൈസുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹസനത്തൻ, ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്ക് പിൻപായി ഒരു നന്മ ചെയ്യുക, അതിന് ശേഷം ഒരു നന്മ ചെയ്യുക. എന്നാൽ തംഹുക, ആ തിന്മയെ നന്മ മായ്ച്ചു കളയും, തിന്മയെ നന്മ മായ്ച്ചു കളയും. അത് വലിയ പ്രതീക്ഷയാണ്. എന്തു തിന്മ ചെയ്തവനും ആ തിന്മ ചെയ്തതിന് ശേഷം അവൻ ചെയ്ത നന്മയെടുത്ത് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കിട്ടും. മോശം കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്.
100 പേരെ കൊന്ന മനുഷ്യൻ്റെ ചരിത്രത്തിൽ പണ്ഡിതൻ നൽകിയ ഉപദേശം എന്താണ്? നീ നാട്ടിൽ നിന്ന് പോകണം, നാട് വിടണമെന്ന്. ഈ നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മോശം വാട്സപ്പ് ഗ്രൂപ്പുകൾ, മോശം ഇൻസ്റ്റാഗ്രാം പേജുകൾ, അതിൽ നിന്ന് മാറി നിൽക്കുക, തിന്മയിൽ നിന്ന് നയിക്കുന്ന കൂട്ടുകാരുടെ സാഹചര്യങ്ങളില്ലാതെ അതിൽ നിന്ന് പലായനം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഏതൊക്കെയാണ് നല്ല കൂട്ടായ്മ, ഏതൊക്കെ നല്ല ഗ്രൂപ്പുകൾ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വാട്സപ്പിനെ, സോഷ്യൽ മീഡിയയെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. രാത്രിയിലെ പ്രാർത്ഥന പതിവാക്കുക. പകൽ തെറ്റ് ചെയ്തവൻ അവർക്ക് തൗബ ചെയ്യാനായി അള്ളാഹു രാത്രി കാരുണ്യത്തിൻ്റെ കൈകൾ നീട്ടുന്നു. ഇന്ന് സ്വഹീഹായ ഹദീസ് ഉണ്ട്. ആ ഹദീസ് വെച്ച് രാത്രി തെറ്റ് ചെയ്താൽ പകലിൽ പാപമോചനം തേടുകയും പകലിൽ അബദ്ധം വന്നു സംഭവിച്ചാൽ രാത്രി പാപമോചനം ചെയ്യുകയും വേണമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ലാ തൈഅസു, നിങ്ങൾ നിരാശപ്പെടരുത്. വർഷങ്ങളോളം തൻ്റെ പ്രിയപ്പെട്ട മകൻ യൂസുഫിനെ കാണാതായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും കരഞ്ഞ് കലങ്ങി കണ്ണുവെളുത്ത് കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാം ബിന്യാമീനെ നഷ്ടപ്പെട്ട സമയത്ത് സഹോദരന്മാരോട് പറയുന്നുണ്ട്, യാ ബുനയ്യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസ് മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. എൻ്റെ മക്കളെ, നിങ്ങൾ പോയി യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കുക. യൂസുഫ് യുവാവായിരിക്കുന്നു, ഒരു നാട്ടിലെ മന്ത്രിയായിരിക്കുന്നു. പക്ഷേ യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം അവിടെ ഉണ്ട് എന്നറിയുന്നില്ല. പക്ഷേ അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവിടെ നിലനിർത്തുന്നു. എന്ത് പറഞ്ഞു? അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. വലാ തൈഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസ് മിൻ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിരീങ്ങളല്ലാതെ, അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിരാശപ്പെടുകയില്ല. ലാ തഖ്നതു റജാഅകും മിനല്ലാഹി ഫീ തഫ്രീജിൽ ഫറജ്. അള്ളാഹു നൽകുന്ന ആശ്വാസത്തിലും വഴിത്തിരിവിലുമുള്ള നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുതെന്ന് മുറിച്ചു കളയരുതെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം വടിയൂന്നി എഴുന്നേറ്റ ചരിത്രമുണ്ട്. വർഷങ്ങളോളം രോഗാബാധിതനായി കിടന്നിട്ടും മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിന്റെ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ച അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അയ്യൂബിനെയും ഓർക്കുക. തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണികരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തു സംഭവിച്ചു? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ളുജ്ജിൻ വആതൈനാഹു അഖ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അദ്ദേഹത്തിൻ്റെ നേരിട്ട കഷ്ടപ്പാട് നാം അകറ്റിക്കളയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അവരോടൊപ്പം വല്ലാത്ര പേരെ വേറെയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ആരാധന നിരതരായിട്ടുള്ളവർക്കൊരു സ്മരണയുമാണത്. ആരാധിച്ചാൽ, അള്ളാഹുവിനെ ആരാധിച്ചാൽ തീരാത്ത പ്രശ്നം ഈ ലോകത്തില്ല, പ്രയാസം ഈ ലോകത്തില്ല. എന്തു തടസ്സങ്ങളും അസ്ബാബില്ലാതെ, കാരണ ബന്ധങ്ങളില്ലാതെ നമ്മളെ സഹായിച്ച് ഏതു പ്രശ്നത്തിൽ നിന്നും വിടുതൽ നൽകുന്നവനാണ് അല്ലാഹു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അയ്യൂബ് അലൈഹിസ്സലാം ഏകദേശം 18 വർഷത്തോളം കഠിനമായ രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൈവിട്ടു. പക്ഷേ അദ്ദേഹം അല്ലാഹുവിനെ കുറിച്ച് ഒരൊറ്റ പരാതിയും പറഞ്ഞില്ല. ഒടുവിൽ നാഥാ, എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ ഏറ്റവും കരുണാനിധിയാണല്ലോ എന്ന് പ്രാർത്ഥിച്ച സന്ദർഭം അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി കാരുണ്യം തിരിച്ചു നൽകുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ സഹായം വൈകിയേക്കാം, പക്ഷേ അത് വരിക തന്നെ ചെയ്യുമെന്ന് അങ്ങേയറ്റത്തെ പ്രതീക്ഷയും വിശ്വാസവും നമുക്ക് വേണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്. അള്ളാഹു തന്റെ ദാസനെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന ആ രഹസ്യം ഹിക്മത്ത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവോടുള്ള സ്നേഹത്താലും നന്ദിയാലും ആ ദാസന്റെ ഹൃദയം ഉരുകിപ്പോകുമായിരുന്നു. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന കാരുണ്യമുണ്ടല്ലോ, അതിൻ്റെ നന്ദി ചെയ്ത് നമ്മുടെ ഹൃദയം ഉരുകിപ്പോ
ഒഴുകിപ്പോകുമാറ് അല്ലാഹു തആല നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഹിക്മത്തിനെ അറിഞ്ഞ ഒരാളുടെ ഹൃദയം ആ നന്ദിയാലും സ്നേഹത്താലും ഉരുകിപ്പോകുമായിരുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുകയാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന പരീക്ഷണങ്ങളെയും വിപത്തുകളെയും നിങ്ങൾ വെറുക്കരുത്. എനിക്കിങ്ങനെ വന്നല്ലോ, എനിക്ക് പ്രയാസം വന്നല്ലോ, എനിക്ക് കടം വന്നല്ലോ, എനിക്ക് മാത്രമാണ് എന്താണ് ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും നിങ്ങൾ രക്ഷ ഒളിഞ്ഞിരിക്കുന്നത് ആ കാര്യത്തിലായിരിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലായിരിക്കും ഒരു ഖൈർ. നിങ്ങൾക്ക് വന്ന ആ പരീക്ഷണത്തിലായിരിക്കും ഒരു ഖൈർ. ചെറിയ നഷ്ടം വന്നാലും വലിയ നഷ്ടം വന്നാലും ചെറിയൊരു നഷ്ടം വന്നാലും നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. വണ്ടി പഞ്ചറാകുക, പണം നഷ്ടപ്പെടുക, ജോലിയിൽ തടസ്സം വരിക, ഇതൊക്കെ ഉണ്ടായാലും നിരാശപ്പെടാതെ പ്രാർത്ഥന ചൊല്ലി അള്ളാഹുവിനോട് തേടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ധൃതി കൂട്ടരുത്. ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയില്ല എന്ന പരാതി പറയാൻ പാടില്ല. കാരണം അത് ആ പ്രാർത്ഥനയുടെ ഫലത്തെ തടയപ്പെടും. നിങ്ങൾ ധൃതി കൂട്ടാതിരിക്കുന്നിടത്തോളം അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ധൃതി കൂട്ടൽ. ഇത് പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അള്ളാഹു എപ്പോഴാണ് അതിന് ഉത്തരം നൽകുക എന്ന് നമുക്കറിയില്ല. ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പാണെന്ന് വിചാരിക്കുന്നതിന് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യാശയുണ്ടാകണം. ഈ ദുനിയാവിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. മകനെ കണ്ടുമുട്ടാൻ സാധിക്കും, പരലോകത്ത് നിന്ന് മാതാപിതാക്കളെ കണ്ടുമുട്ടാൻ സാധിക്കും. ഏറ്റവും ഉറ്റവർ മരിച്ചു പോയാൽ അവർ സ്വർഗത്തിലേക്കാണ് പോയതെന്ന് വിചാരിക്കുന്നവന് എന്തു പ്രയാസം, എന്തു ബുദ്ധിമുട്ട്. അവൻ അള്ളാഹുവിലേക്കാണ് തിരിച്ചു പോയിട്ടുള്ളത്. പാപങ്ങൾ പൊറിക്കുന്ന, കാരുണ്യം കൊണ്ട് മൂടുന്ന അള്ളാഹുവിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നിടത്ത് ആര് മരിച്ചാലും ഒരു ദുഃഖവും തീണ്ടാത്ത രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നീ ദുഃഖിക്കേണ്ട. വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹോദരനായ ബിന്യാമീനെ കണ്ടുമുട്ടുമ്പോൾ മുൻപ് സഹോദരന്മാരിൽ നിന്ന് നേരിട്ട ക്രൂരത ഓർത്ത് വിഷമിക്കേണ്ടതില്ലെന്ന് യൂസുഫ് അലൈഹിസ്സലാം ആ ബിന്യാമീനെ ആശ്വസിപ്പിക്കുകയാണ്. ഫലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അഖാഹു ഖാല ഇന്നി അനാ അഖൂക ഫലാ തബ്തയിസ് ബിമാ കാനൂ യഅമലൂൻ. അവർ യൂസുഫിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്റെ സഹോദരൻ തന്നെയാണ്. ആകയാൽ അവർ മൂത്ത സഹോദരന്മാർ ചെയ്ത് വരുന്നതിനെ കുറിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല. ഭൂതകാലത്ത് മറ്റുള്ളവരിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന അക്രമങ്ങളും സങ്കടങ്ങളും ഓർത്ത് നമ്മുടെ വർത്തമാനകാലം നശിപ്പിക്കരുത്. എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എനിക്കങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാൻ അവനെ വിശ്വസിച്ചു പോയല്ലോ എന്ന് ഭൂതകാലത്തെ ആലോചിച്ചിട്ടൊരു കാര്യവുമില്ല. ത്വായിഫിലെ ദുരന്തം, പ്രവാചകന്റെ പ്രതികരണം എന്തായിരുന്നു? മറ്റുള്ളവരിൽ നിന്നും ക്രൂരതയും അക്രമവും നേരിട്ടപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ത്വായിഫിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ഉമ്മയുടെ വീട്ടുകാരായിരുന്നു, അവർ സംരക്ഷിക്കുമെന്നും അവർ ഇസ്ലാമിൻ്റെ പടയാളികളാകുമെന്നും വിചാരിച്ചു പോയിടത്തു നിന്ന് കല്ലെടുത്ത് അങ്ങാടി പിള്ളേരെ കൊണ്ട് കല്ലെടുത്താട്ടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായ വിഷമവും പ്രയാസവും എത്രത്തോളമായിരിക്കും. വേണ്ട, അവരിൽ നിന്ന് അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന, അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എപ്പോഴാ പറഞ്ഞത്? പർവ്വതത്തിൻ്റെ മലക്ക് വന്ന് ഈ പർവ്വതത്തെ ത്വായിഫുകാരുടെ മുകളിലേക്ക് മറിച്ചുവിടാൻ ഓർഡറുണ്ട്, ചെയ്തോട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു വരും, അവരറിയും, അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, എൻ്റെ ശത്രുക്കൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ സ്വർഗവും എൻ്റെ പൂന്തോട്ടവും എൻ്റെ നെഞ്ചിലാണ്. എൻ്റെ ഈമാനാണ് എനിക്ക് വലിയ ശക്തി, എൻ്റെ ഉള്ളിലാണ് എൻ്റെ സമാധാനം. അവർ എന്നെ കൊന്നാൽ എനിക്കത് ഷഹാദത്താണ്, നാടുകടത്തിയാൽ എനിക്കത് വിനോദയാത്രയാണ്, തടവിലിട്ടാൽ അത് അല്ലാഹുവുമായുള്ള ജനസമ്പർക്കമില്ലാത്ത ധ്യാനമാണ് എന്ന് പറയുകയാണ്. എന്നെ ജയിലിലടച്ചാൽ
അത് എനിക്ക് ധ്യാനത്തിനുള്ള സമയമാണ്. നാട് കടത്തിയാൽ അത് എനിക്ക് പലായനമാണ്, വിനോദയാത്രയാണ്. എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഷഹാദത്താണ് എന്ന് പറയുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മഹുള്ള പിടിക്കപ്പെട്ടപ്പോൾ അതാണ് പറഞ്ഞത്. ഭൂതകാലത്ത് തിരുത്താൻ കഴിയില്ലെന്ന് തിരിച്ചറിയുക. കഴിഞ്ഞ കാര്യങ്ങളോർത്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് വിലപിക്കുന്ന ആളുകളുണ്ട്. അന്ന് ലോൺ എടുക്കേണ്ടിയിരുന്നില്ല, അന്ന് അയാളെ കടം വാങ്ങേണ്ടിയിരുന്നില്ല, അന്ന് അവളെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല, അന്ന് അമ്മാവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ച് തല പുകഞ്ഞാലോചിക്കേണ്ട ആവശ്യമില്ല. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അള്ളാഹു നിശ്ചയിച്ചു, അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു എന്ന് പറയാൻ ശീലിക്കുക. പെട്ടെന്നുള്ള വിപത്തുകളും മരണം പോലുള്ള സങ്കടങ്ങളും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യുക. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളോ പ്രിയപ്പെട്ടവരുടെ മരണങ്ങളോ നമ്മെ തളർത്തുമ്പോൾ ദുനിയാവിലെ സങ്കടങ്ങളിൽ മാത്രം ഒരുകിത്തീരാതെ പരലോകത്തെ ലക്ഷ്യമാക്കി നല്ല കർമ്മങ്ങളിലൂടെ ജീവിതം ക്രമീകരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൽ പ്രതീക്ഷിക്കണം. നിരാശപ്പെടേണ്ട ആവശ്യമില്ല, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. എന്തു തന്നെ സംഭവിച്ചാലും അതൊക്കെ ഖൈറിനാണെന്ന് വിചാരിക്കാനും അതിലെ ഖൈറിനെ തേടാനും ആ ഖൈർ നാളെ പരലോകത്തല്ലെങ്കിൽ ഇഹലോകത്ത് തൻ്റെ കണ്ണിൽ കാണുമെന്ന് അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി വിലയിരുത്താനും നമുക്ക് സാധിച്ചാൽ ഒരു ടെൻഷനും ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന വലിയ ഒരു കാര്യം ഖുർആൻ നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഖുർആനിൻ്റെ ഈ അധ്യാപനങ്ങൾ മനസ്സിൽ വെച്ച് മനസ്സ് വിശാലമാക്കി മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നോടും തുളനികളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാലാമത്തെ ഒരു കാര്യം, നീ ഭയപ്പെടേണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ലാ തഖഫ്, നീ ഭയപ്പെടേണ്ട. ഫിറഔന്റെ നാട്ടിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് മദീനയിലെത്തി മൂസാ അലൈഹിസ്സലാം അമ്മയെ പ്രവാചകൻ ശുഐബ് അലൈഹിസ്സലാം ആശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. ഫലമ്മാ ജാഅ വഖസ്സ അലൈഹിൽ ഖസസ് ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. അങ്ങനെ മൂസ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ കഥ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടേണ്ട, അക്രമികളായ ആ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് ആരോടെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ സാധിച്ചാൽ അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന ആശ്വാസം എത്രയായിരിക്കും. അയാൾക്കുണ്ടാവുന്ന നമ്മൾ ഭയപ്പെട്ടു നിൽക്കുന്നു. ആ സമയത്ത് ഒരാൾ പറയുന്നു ഭയപ്പെടേണ്ട, ഇത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം എന്താണ്? സത്യവിശ്വാസികളോട് മുഴുവൻ അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരുണ്ട് കൂടെ? അള്ളാഹു ഉണ്ട് കൂടെ. ഭയം ഹൃദയത്തിൻ്റെ കരുത്ത് ചോർത്തിക്കളയും. എന്നാൽ അള്ളാഹുള്ള വിശ്വാസം അതിലേക്ക് സമാധാനത്തെ തിരികെ തരും. ശത്രുക്കളുടെ ശരങ്ങൾ എത്ര ശക്തമായാലും അള്ളാഹുവിൻ്റെ സംരക്ഷണം അതിനേക്കാൾ വലുതാണെന്ന് ചിന്തിക്കാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഭയപ്പെടേണ്ട, കൂടെ അള്ളാഹു ഉണ്ട്. ഏതൊരാളോടും ആശ്വാസത്തിന് വേണ്ടി പറയാൻ പറ്റുന്ന വാചകമാണത്. ഹിജ്റ വേളയിൽ ആ സൗർ ഗുഹയിൽ വെച്ച് ശത്രുക്കളുടെ കാൽപ്പാടുകൾ കണ്ട സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ച ആശ്വാസമാണത്. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കേണ്ട, തീർച്ചയായും അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭം. യാ അബൂബക്കർ മാ ളന്നുക ബിഇത്നൈനി അല്ലാഹു സാലിസുഹുമാ. മൂന്നാമനായി അള്ളാഹുവുള്ള രണ്ടുപേരെ കുറിച്ച് അബൂബക്കറെ നീ എന്താണ് വിചാരിക്കുന്നതെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. നമുക്ക് നമ്മോട് ചോദിക്കാനും അതുതന്നെയാണ്. അള്ളാഹു കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രയാസം, എന്താണ് ഭയം, എന്തിനാണ് ദുഃഖം? അതുകൊണ്ട് മനസ്സമാധാനം പരത്തുന്നവരായിരിക്കുക. അസ്വസ്ഥതകളുടെയും ഉത്കണ്ഠകളുടെയും ഈ കാലഘട്ടത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കാനുള്ള വാചകങ്ങൾ ഖുർആനിൽ നിന്നെടുത്ത് ഹദീസിൽ നിന്നെടുത്ത് പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക. അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് സദ്വിചാരം വിചാരിക്കുക. അള്ളാഹു എനിക്ക് നല്ലതേ വരുത്തും, എനിക്ക് സ്വർഗം ലഭിക്കും, എൻ്റെ ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും
പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരും എന്നൊരു വിചാരം, ഒരു വിവേകം, ഒരു ചിന്ത നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര മനോഹരമായി മനസ്സമാധാനമായി ജീവിക്കാൻ സാധിക്കും. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കാതെ വരാനിരിക്കുന്ന ആശങ്കകളെല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖമില്ലാതെ ഭയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. അപ്പോഴാണ് ഈ ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന വിശാല മനസ്കരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരനുഭവിക്കുന്ന പ്രയാസത്തിന് അർഹമായ പ്രതിഫലവും ശിഫാവും ആയുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.